നമ്മുടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ മാസത്തിലധികമായി സമരം ചെയ്യുന്ന ആശാ വർക്കർമാർക്ക് ഇതാ ഒടുവിൽ പ്രതീക്ഷയുടെ ഒരു കൈത്തിരി വെട്ടം തെളിഞ്ഞിരിക്കുന്നു. കേന്ദ്ര സർക്കാർ അവരുടെ ശമ്പളം കൂട്ടാം എന്ന് പറഞ്ഞിരിക്കുകയാണ്. JP നഡ്ഡ രാജ്യസഭയിൽ ഇത് സംബന്ധിച്ച ഒരു പ്രഖ്യാപനവും നടത്തി. എന്താണ് സാർ ഇതേക്കുറിച്ച് പറയാനുള്ളത്? കേന്ദ്ര സർക്കാർ ശമ്പളം കൂട്ടാമെന്ന് പറഞ്ഞു. അതിന് വകയിരുത്തിയിട്ടുള്ള തുക കേരളത്തിന് കൊടുക്കും. പക്ഷേ ഇവർക്ക് ശമ്പളമായിട്ട് ആരാണത് ചെയ്യേണ്ടത്? സംസ്ഥാന സർക്കാർ. അപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് ഇനി അവർ പറയാൻ പോകുന്ന എന്തായിരിക്കും? ഫണ്ട് പറഞ്ഞു, പാർലമെൻറ്റിൽ പറഞ്ഞു, ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞു, പക്ഷേ ഫണ്ട് ഇതുവരെ ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല എന്ന് പറഞ്ഞാലോ? ഇവരെല്ലാ കാര്യങ്ങൾക്കും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ്. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മുമ്പൊക്കെ പറയുന്നത് പോലെ അല്ലല്ലോ ഇപ്പോൾ വിവരാവകാശം. ഈ CPM ഭരണത്തിന് അവർക്ക് പറഞ്ഞ് ഫലിപ്പിക്കാൻ അവർക്ക് നല്ല ചാതുര്യമുള്ളവരാണ്. അറിയാം, ആടിന് സത്യം ചെരുപ്പിടുന്നതിന് മുമ്പ് നുണ ലോകം ചുറ്റി വരും എന്ന് പറയുന്ന സിദ്ധാന്തം നടപ്പാക്കിയവരാണ്. അവർക്ക് അതിനുള്ള ചാതുര്യം വേറൊന്നാണ്. ഇപ്പോൾ സുരേഷ് ഗോപിക്ക് അങ്ങനെ കൈ കഴുകാൻ പറ്റത്തില്ല. സുരേഷ് ഗോപി ഇവിടെ വന്ന് പറഞ്ഞു, ഞാൻ കേന്ദ്രത്തെ ധരിപ്പിക്കും എന്ന് പറഞ്ഞു. കേന്ദ്രത്തെ ധരിപ്പിച്ചത് കൊണ്ടാണ് പാർലമെന്റിൽ JP നദ്ദ ഈ വിവരം അറിയിച്ചത്. പക്ഷെ ഇനി ആ ഫണ്ട് ഇവിടെ എത്തി ഇവരുടെ ശമ്പളമായിട്ട് ഇവരുടെ കൈകളിലേക്കും ചെല്ലണം. അത് ആയുഷ്മാൻ ഭാരത് എന്ന് പറയുന്ന ആ പദ്ധതിയിൽ പെടുത്തിയാണ് ഈ NHM നാഷണൽ ഹെൽത്ത് മിഷൻ വഴി ഈ ഫണ്ട് വരുന്നത്. അപ്പോൾ അത് കേന്ദ്രം കൊടുക്കാം, വർദ്ധിപ്പിക്കാം എന്നൊക്കെ ഇപ്പോൾ രാജ്യസഭയിൽ ഒരു മന്ത്രി പറയുമ്പോൾ നമുക്കത് എങ്ങനെ നിഷേധിക്കാൻ പറ്റും? 100% നടക്കുന്ന കാര്യമല്ലേ അവിടെ പറയുള്ളൂ. നടക്കാത്തൊരു കാര്യം ഏതെങ്കിലും ഒരു മന്ത്രിയോ ഒരു പാർലമെൻറ്റ് അംഗമോ ഒരു രാജ്യസഭാ അംഗമോ അങ്ങനെ പറയുമോ? ഒരിക്കലും പറയില്ല. അപ്പോൾ കൃത്യമായിട്ടും ഈ ഫണ്ട് ഈ പറയുന്നത് പോലെ ഇവരുടെ വേതനം വർദ്ധിപ്പിക്കാൻ ആവശ്യമായ കൃത്യമായ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് ആ ഫണ്ട് വരും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതിനെ സംസ്ഥാന സർക്കാരിന് ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് തടഞ്ഞു വെക്കാൻ സാധിക്കുമോ? അല്ല, പരിധിക്ക് അപ്പുറത്തേക്ക് തടഞ്ഞു വെക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ ഇവരതിന് ഇനിയും വകമാറ്റി ചെലവഴിക്കാൻ സാധിക്കത്തില്ല. കാരണം ആരോഗ്യ വകുപ്പിലേക്ക് തന്നെയാണല്ലോ ഇത് വരുന്നത്. അപ്പം അങ്ങനെ വകമാറ്റി ചെലവഴിക്കാനും പറ്റില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഇവരാവശ്യപ്പെടുന്നത് 21,000 രൂപ ശമ്പളത്തിൽ വരെ എത്തുമോ എന്നുള്ളതും കൂടി അറിയേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. അത് എത്രയാണ് വർദ്ധിപ്പിക്കുക എന്നുള്ളത് കേന്ദ്രമന്ത്രി പറഞ്ഞതായിട്ട് വിശദാംശങ്ങളൊന്നും വന്നിട്ടില്ല. വർധനവുണ്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ സാർ, ഇതിൻ്റെ അപ്പുറത്ത് മറ്റൊരു വിഷയം, ഈ പറയുന്നത് പോലെ അങ്ങ് പറയുന്നത് പോലെ പലപ്പോഴും കേന്ദ്ര ഫണ്ടുകൾ ഇവിടെ വകമാറ്റി ചെലവഴിച്ചിട്ടുണ്ട്. നമ്മളത് വകമാറ്റി ചെലവഴിക്കില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല. ഇവർ പലപ്പോഴും വകമാറ്റി ചെലവഴിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അങ്ങോട്ട് കണക്ക് കൊടുക്കുന്ന കാര്യത്തിൽ അവ്യക്തത വരുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ ഒരു വലിയ പ്രശ്നം അതാണ്. ഇവർ ഈ വരുന്ന കേന്ദ്ര ഫണ്ടുകൾ ശരിയായ വിധത്തിൽ വിനിയോഗിച്ചിരുന്നെങ്കിൽ അവർക്ക് കൃത്യമായ കണക്ക് കൊടുക്കാമായിരുന്നു. അത് സംഭവിക്കുന്നില്ല, കൃത്യമായ കണക്ക് കൊടുക്കുന്നില്ല. ഇതും പാർലമെൻറ്റിൽ രാജ്യസഭയിൽ JP നഡ്ഡ പറഞ്ഞു. കേന്ദ്ര ആരോഗ്യമന്ത്രി പറയുകയാണ്, കേരളം പലപ്പോഴും ഈ ഇപ്പോഴും കണക്ക് വ്യക്തമല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് സംബന്ധിച്ച് വാർത്തകൾ പുറത്തു വന്നു കഴിഞ്ഞു. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ആഴ്ച ഈ നാഷണൽ ഹെൽത്ത് മിഷൻ്റെ ഒരു യോഗം ചേർന്നിരുന്നു. അതിനകത്തും ഈ കണക്കുകൾ കൃത്യമായി അവതരിപ്പിച്ചിട്ടില്ല കേരളം. ഈ കേരളം കിട്ടാനുണ്ട് എന്നിങ്ങനെ പറയുന്നതല്ലാതെ അവിടെ എത്ര കിട്ടാനുണ്ട് എന്ന് പറഞ്ഞ് കൃത്യമായി കണക്ക് കൊടുത്ത് അത് വാങ്ങിയെടുക്കുന്ന കാര്യത്തിൽ കേരളത്തിന് യാതൊരു താല്പര്യവും ഇല്ല എന്നാണ് കേന്ദ്രമന്ത്രി പറയുന്നത്. മുമ്പും പല കാര്യങ്ങൾക്ക് ഇതുപോലെ, ഈ വിഷയത്തിലല്ല മറ്റു പല കാര്യങ്ങളിലും ഉണ്ട്. ഇവിടുന്ന് കൊടുത്ത കണക്കുകളെല്ലാം തന്നെ അപൂർണമാണെന്ന് നിർമ്മലാ സീതാരാമൻ ആരുടെയോ ചോദ്യത്തിന് മറുപടിയായിട്ട് പാർലമെൻറ്റിൽ പറഞ്ഞു. ബാലഗോപാലിന് അത് വലിയ ക്ഷീണമായില്ലേ? നല്ല ഒന്നാം തരം മറുപടിയാണ് നിർമ്മലാ സീതാരാമൻ. കഴിഞ്ഞ ദിവസം KV തോമസ് നാണം കെട്ടുപോയില്ലേ? KV തോമസിന്റെ അടുത്ത് നിർമ്മലാ സീതാരാമനെ പോയി കണ്ടു, ആരോഗ്യമന്ത്രിയെ കണ്ടു, എല്ലാവരെയും കണ്ടു. എന്നിട്ട് ആശാ വർക്കർമാരുടെ കാര്യത്തിൽ ഈ സമരത്തിന്റെ ഇതൊക്കെ അവിടെ ശ്രദ്ധയിൽപ്പെടുത്തി. പക്ഷേ എത്ര കുടിശ്ശികയുണ്ട് എന്ന ചോദ്യത്തിന് ഉത്തരം അദ്ദേഹത്തിന് പറയാൻ കഴിഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞു, എൻ്റെ കയ്യിൽ ഇപ്പോൾ കണക്കൊന്നുമില്ല എന്നാണ് പറഞ്ഞത്. എന്നിട്ട് ഇദ്ദേഹം പറഞ്ഞ വേറൊരു കാര്യം കൂടിയുണ്ട് മാധ്യമപ്രവർത്തകരോട്. ഞാൻ ഇവിടെ ഇരിക്കുന്നത് ആശാവർക്കർമാരുടെ സമരത്തിൻ്റെ കാര്യം മാത്രം പറയാനല്ല ഇരിക്കുന്നത്, കേരളത്തിൻ്റെ നിരവധി പ്രശ്നങ്ങളാണ്. ഇയാൾ എന്ത് പിണ്ണാക്കം അവിടെ ചെയ്തുന്നുണ്ട്? സുധാകരൻ പറഞ്ഞതുപോലെ
ഉള്ള പണം മുഴുവൻ അയാൾക്ക് പിന്നെ വിമാനത്തിലുള്ള യാത്രയല്ലേ. ദിവസവും ഇയാൾ തിരുവനന്തപുരത്ത് വന്നു പോവുകയാണോ? തിരുവനന്തപുരം ഡൽഹി പോവുകയാണോ? ഇയാൾക്ക് അല്ലാതെ കിട്ടുന്ന പെൻഷൻ MLA എന്നുള്ള രീതിയിൽ, MP എന്നുള്ള രീതിയിൽ, കോളേജ് പ്രൊഫസർ ആയിരുന്നല്ലോ. അതെ. അപ്പോൾ ഇതെല്ലാം ഉള്ള രീതിയിൽ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. സുധാകരൻ വെറുതെ ഒരു കണക്കൊന്നും അടിക്കത്തൊന്നുമില്ല. സുധാകരൻ പറഞ്ഞാണ് 30 ലക്ഷം രൂപയോളം ഒരു മാസം ഉണ്ടാക്കുന്നത്. ഇയാൾ ഇതെല്ലാം കൂടെ എന്താ പുഴുങ്ങി തിന്നുകയാണോ എന്ന് എനിക്ക് കേരളത്തിലെ ഈ പ്രശ്നം മാത്രമല്ല ഉള്ള നിരവധി പ്രശ്നങ്ങളാണ്. എന്ത് പ്രശ്നമാണെന്നൊന്നും നമുക്കറിയാം. ഒരു പ്രശ്നത്തിനും പരിഹാരം ഉണ്ടാകുന്നില്ല. പ്രശ്നങ്ങൾ ഒരുപാട്. അവിടെ പ്രശ്നങ്ങളുണ്ട്. അവിടെ എന്തിനു വേണ്ടി ഇരുത്തിയിരിക്കുന്നു? പിണറായിയുടെ താല്പര്യത്തിന് വേണ്ടി. ഈ പാർട്ടിയിൽ കോൺഗ്രസിനകത്ത് അധികാരം മൂത്ത് ഭ്രാന്തായ ഒരാളാണ് KV തോമസ് എന്ന് പറയുന്നത്. തിരുത കൊണ്ടുപോയി കൊടുത്ത ആളല്ലേ തിരുത തോമസ്, അങ്ങനെയാണല്ലോ അറിയപ്പെടുന്നത്. സോണിയാഗാന്ധിക്കൊക്കെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ എതിരാളികൾ അദ്ദേഹത്തിനെ ആക്ഷേപിക്കുന്നത് അങ്ങനെയാണ്. അദ്ദേഹത്തെ നേരിട്ട് വിളിച്ചാലും കുഴപ്പമില്ല, അദ്ദേഹം തന്നെ അറിയാവുന്ന കാര്യമാണ്. തിരുതയും കൊണ്ട് ഇയാൾ സോണിയാഗാന്ധിയുടെ അടുക്കള കയറി ഇറങ്ങി നടക്കുന്നത്. ഇവിടെ ചിലർ കോൺഗ്രസിനകത്ത് പെട്ടിയെടുത്ത് ജീവിക്കുന്നു. അദ്ദേഹം മീനും ഒക്കെ ആയിട്ട് സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും ഒക്കെ കൊടുത്ത് ജീവിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പോവുകയാണ്. ഈ എണ്ണി എണ്ണി കുറയുന്ന ഇത് ആയുസ്സും മണ്ടി മണ്ടി കരേറുന്ന മോഹവും എന്ന് കേട്ടിട്ടുണ്ട് നമ്മൾ. അതാണ് ഈ കോൺഗ്രസ്സിലുള്ള ഈ മൂത്ത ഈ കടൽക്കിഴവന്മാർക്ക് അധികാരം അങ്ങ് തലയ്ക്ക് പിടിച്ച് നിൽക്കുകയല്ലായിരുന്നു. അതുകൊണ്ടല്ലേ അവിടെ കിട്ടാതെ വന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് കൂടെ വന്നത്. അത് ഇന്നലെ സുധാകരൻ പറഞ്ഞല്ലോ, ഞങ്ങളെ എതിർത്ത് ഒരുപാടിടത്ത് ഞങ്ങളെ എതിർത്ത ആളാണ്, പിന്നെ ഞങ്ങളുടെ കൂടെ വന്നു, അത് പോട്ടെ എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ അങ്ങനെയൊക്കെ എല്ലാ തരത്തിലെ ആനുകൂല്യങ്ങളുടെ മേൽ ആനുകൂല്യവും. ഈ KV തോമസിൻ്റെ ശമ്പളം തന്നെ ഇപ്പോൾ യാത്രാപഥയൊക്കെ വർദ്ധിപ്പിച്ചത് ഈ ആശാവർക്കർമാരുടെ സമരം ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ്. ഇതേ അവസരത്തിൽ തന്നെയാണ് PSC മെമ്പർമാരുടെയും ശമ്പളം വർദ്ധിപ്പിച്ചത്. ഇനിയിപ്പോൾ BJPക്ക് സുരേഷ് ഗോപി ഇവിടെ വന്നു, ആശാവർക്കർമാരെ കണ്ടു, കേന്ദ്രത്തെ ധരിപ്പിക്കുമെന്ന് പറഞ്ഞു. BJPക്കാർ പ്രവർത്തകർ MT രമേശ് ഉൾപ്പെടെയുള്ളവർ ഇവിടെ ആശാവർക്കർമാരുടെ ശോഭാ സുരേന്ദ്രൻ, PK കൃഷ്ണദാസ്, അതുപോലെ V മുരളീധരൻ ഒക്കെ സമരപന്തലിലെത്തി. രാജീവ് ചന്ദ്രശേഖർ വലിയ പിന്തുണയാണ് കൊടുത്തത്. പക്ഷേ അത്രയും വാക്കാലും അവിടെയും എത്തിക്കഴിഞ്ഞ് പിന്തുണ മാത്രം പോരാ, ഈ ഫണ്ട് കേരളത്തിലെത്തി ഇവരുടെ കൈകളിലേക്ക് ഇത് പോകണം. അപ്പോൾ മാത്രമായിരിക്കും ആ സമരം വിജയിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് കേന്ദ്രത്തിന് ആ ക്രെഡിറ്റ് അതൊരു വലിയ മൈലേജ് ആണ്. മൈലേജ് എന്ന് പറഞ്ഞാൽ അത് ഇവിടുത്തെ BJPക്കാർ അത് പറഞ്ഞ് പ്രചരിപ്പിക്കണം. ഇത് കേന്ദ്രത്തിന്റെ ഫണ്ട് അറിയാമോ? പ്രശാന്തിന് അറിയാമോ? 2021 അതായത് കോവിഡിന് ശേഷം തൊട്ട് പിന്നാലെ വന്ന തെരഞ്ഞെടുപ്പ്, ആ കോവിഡ് കാലത്ത് കേരളത്തിന് കിട്ടിയിട്ടുള്ള ഈ കിറ്റും മറ്റ് റേഷൻ കട വഴിയുള്ള ആനുകൂല്യങ്ങളെല്ലാം കേന്ദ്ര വിഹിതമായിരുന്നു. ഈ കേന്ദ്ര വിഹിതമാണ് എന്നുള്ളത് കോൺഗ്രസ്സുകാർക്കും അറിയാം. കോൺഗ്രസ്സുകാർ പറയത്തില്ലായിരുന്നു. പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നേരെ ഇവിടുന്ന് അങ്ങോട്ട് അറിയിക്കും. CPMകാർ ഉടനെ സോണിയാഗാന്ധി യെച്ചൂരിയെ വിളിച്ച് ഒരു വരട്ടും. പിന്നെ ഇവിടെ ആരും ഒന്നും ഉണ്ടാകത്തില്ല. പിന്നെ അതുപോലെ തന്നെ ഈ ഇവിടുത്തെ BJPക്കാരും അത് വേണ്ട തരത്തിൽ പ്രചരിപ്പിച്ചില്ല. അതാണ് കുഴപ്പം പറ്റിയത്. ഇത് കേന്ദ്രവിഹിതമാണ് എന്ന് പറഞ്ഞ് ഇപ്പോൾ യെച്ചൂരി എന്ന കാര്യങ്ങൾ സോണിയാഗാന്ധിയോട് പറയും കോൺഗ്രസ്സുകാർ ഇത്തരത്തിലാണ് എന്നുള്ളത്. പക്ഷേ അത് വേണ്ട തരത്തിൽ ഇവർക്ക് വേണ്ടത് സോണിയാഗാന്ധി ഇങ്ങോട്ടേക്ക് ഇവരെ കോൺഗ്രസ്സുകാരെ നിലയ്ക്ക് നിർത്തുകയും ചെയ്യും. അപ്പോൾ പിന്നെ ഇവർക്ക് പറയാൻ പറ്റത്തില്ല ഇത് കേന്ദ്രവിഹിതമാണെന്ന് പറഞ്ഞാൽ തീർന്നില്ലേ? ഇപ്പം ശശി തരൂര് നരേന്ദ്രമോദിയെ വാഴ്ത്തിയതുപോലെ ആകത്തില്ലേ? അങ്ങനെ ഒരു പ്രശ്നം ഇവർക്ക് പറ്റി. അതാണ് പിണറായി വിജയൻ ക്രെഡിറ്റ് അടിച്ചുകൊണ്ട് പോവുകയും 2021 അധികാരത്തിൽ വരികയും ചെയ്തത്. സാർ, അതുപോലെ തന്നെ നമ്മൾ ഈ നെല്ലിൻ്റെ താങ്ങുവില കേന്ദ്രം വർദ്ധിപ്പിച്ചു. പക്ഷേ കേരളം എന്ത് ചെയ്തു? കേരളം വർദ്ധിപ്പിച്ചിരുന്ന തുക അങ്ങ് കുറച്ചു. ഈ കേന്ദ്രം എത്ര വർദ്ധിപ്പിച്ചോ അതിന് ആനുപാതികമായിട്ട് കേരളം അങ്ങ് കുറച്ചു. അപ്പോൾ നേരത്തെ എത്രയാണോ അവർക്ക് താങ്ങുവില കിട്ടിക്കൊണ്ടിരുന്നത് അതിൽ കേന്ദ്രവിഹിതം ഉണ്ടല്ലോ, കേന്ദ്രവിഹിതവും സംസ്ഥാന വിഹിതവും കൂടെ ചേർത്താണ് കൊടുക്കുന്നത്. അതിൽ കേന്ദ്രവിഹിതം വർദ്ധിപ്പിച്ചപ്പോൾ സംസ്ഥാന വിഹിതം സംസ്ഥാനത്തിൻ്റെ ഇത് കുറയ്ക്കുകയും നേരത്തെ കൊടുത്തിരുന്ന അതേ തുക തന്നെ അവർക്ക് കൊടുക്കുകയും ചെയ്യുന്നു.
ഇതുപോലെ ഈ ആശാ വർക്കർമാരുടെ കാര്യത്തിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഈ വർദ്ധിപ്പിച്ച തുക ഇവിടെ 60-40 എന്ന അനുപാതത്തിലാണ് കൊടുക്കുന്നത്. ഈ NHM-ന്റെ കാര്യങ്ങളെല്ലാം ചെയ്തു പോകുന്നത് അങ്ങനെയാണ്. നാഷണൽ ഹെൽത്ത് മിഷൻ്റെ വഴി വരുന്ന ഫണ്ട് ഉപയോഗിച്ച് ഈ നമ്മുടെ കേരളത്തിലെ ആരോഗ്യ മേഖലയെ ചലിപ്പിക്കുന്നത് 60% കേന്ദ്രവും 40% സംസ്ഥാനവും എന്ന നിലയ്ക്കാണ്. പക്ഷേ ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്നത് കുറയ്ക്കുമ്പോൾ വർദ്ധിപ്പിക്കുമ്പോൾ ആ വർദ്ധിപ്പിച്ചത് ഇവിടെ വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്താതെ സംസ്ഥാന വിഹിതം കൊണ്ടങ്ങ് കുറയ്ക്കും. സംസ്ഥാന വിഹിതം കൊണ്ടങ്ങ് കുറയ്ക്കുമ്പോൾ ഈ എത്രയാണോ നൽകിക്കൊണ്ടിരുന്നത് അത് തന്നെ ഇനിയും തുടരും. അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ ഒരു അപകടം ഇതിനകത്ത് ഒളിഞ്ഞിരിപ്പുണ്ട്. അത് മറികടക്കാൻ സുരേഷ് ഗോപിയും കേരളത്തിലെ BJPയും വളരെ ശക്തമായി ജാഗ്രതയോടെ പ്രവർത്തിക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം ഈ വർദ്ധിപ്പിച്ച നേട്ടം, അതിൻ്റെ ഗുണം ആശാ വർക്കർമാർക്ക്, ആശാപ്രവർത്തകർക്ക് കിട്ടാതെ പോകും.